ഫേമസ് ഷൂട്ടിംഗ് ഗെയിമായ പബ്ജിയും ഫ്രീ ഫയറും കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ കളിച്ച് മടുത്തിരിക്കുകയാണോ നിങ്ങൾ? എന്നാൽ എത്ര സെർച്ച് കിട്ടും നിങ്ങൾക്ക് നല്ല ഗെയിംസ് ഒന്നും കിട്ടുന്നില്ലേ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. 2020 അതായത് കൊറോണ ടൈമിന് ശേഷമാണ് FPS ഗെയിംസ് ഫേമസ് ആവാൻ തുടങ്ങിയത്. ബിക്കോസ് ഓഫ് COD ആൻഡ് പബ്ജി മൊബൈൽ. എത്രത്തോളം ഫേമസ് ആയി എന്ന് വെച്ചാൽ വേൾഡ് വൈഡിൽ തന്നെ മോസ്റ്റ് പ്ലേഡ് കോമ്പറ്റീറ്റീവ് ഗെയിംസ് ആയി മാറി FPS ഗെയിംസ്. യൂട്യൂബും ടൂർണമെന്റ്സും ഒക്കെ ഡോമിനേറ്റ് ചെയ്തൊരു ടൈം. നല്ല സ്റ്റണ്ണിംഗ് ഗ്രാഫിക്സും ഇന്റൻസ് മൊമെന്റ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരം FPS ഗെയിംസ് എല്ലാവർക്കും ഇഷ്ടമാണ്, ഇൻക്ലൂഡിംഗ് മീ. അപ്പോൾ ഇത്തരം അടിപൊളിയായിട്ടുള്ള FPS ഗെയിംസിലെ 10 ബെസ്റ്റ് ഗെയിംസ് ഏതൊക്കെയാണെന്ന് അറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പ് 10 ബെസ്റ്റ് FPS ഗെയിംസ് ഫോർ മൊബൈൽസ്. ഈ വീഡിയോയിൽ ഞാൻ ഹൈ ഗ്രാഫിക്സും ഇന്റൻസ് ഗെയിം പ്ലേ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഗെയിംസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ പറയാൻ പോകുന്ന ഗെയിംസ് ഒന്നും നിങ്ങളെ ഒട്ടും നിരാശപ്പെടുത്തില്ല. സോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ കൂടി അമർത്തിയേക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലോട്ട് പോകാം. ലിസ്റ്റിലെ 10ാമത്തെ ഗെയിമാണ് യൂറോപ്പ് ഫ്രണ്ട് റീമാസ്റ്റേർഡ്. ഇതൊരു കിടിലൻ വേൾഡ് വാർ ബേസ് ഓഫ് എൻ FPS ഗെയിമാണ്. പണ്ടത്തെ PC വാർ ഗെയിം പോലൊരു ഫീൽ തരുന്ന കിടിലൻ ഗെയിമാണിത്. ഗെയിമിൽ സോവിയറ്റും ജർമ്മൻ ക്യാമ്പയിൻസും കാണാൻ സാധിക്കും. റിയൽ ലൈഫിൽ നടന്ന ഒരു ഹിസ്റ്റോറിക്കൽ ബാറ്റിൽസ് ആണ് മിഷൻസ് ആയി നമുക്ക് തരുന്നത്. ഗെയിമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിലെ റിയലിസ്റ്റിക് അറ്റ്മോസ്ഫിയർ ആണ്. ഗൺ സൗണ്ട്സ്, വെപ്പൺസ്, ബാറ്റിൽ ഫീൽഡ് എല്ലാം നല്ല റിയലിസ്റ്റിക് ആയിട്ടാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഗെയിമിലെ ഗൺ മെക്കാനിസം വളരെ ഡീസന്റ് ആണ്. റീകോയിൽ പോലുള്ള മെക്കാനിസംസ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ബേസിക് ആൻഡ് സിമ്പിൾ കൺട്രോൾസ് ആണ് ഗെയിമിൽ കൊടുത്തിരിക്കുന്നത്. ഗെയിമിന്റെ ചില ഭാഗങ്ങളിൽ റഷ്യൻ ലാംഗ്വേജും വരുന്നുണ്ട്. മണിക്കൂറുകൾ കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു ലെങ്ത് കുറഞ്ഞ ഗെയിം കൂടിയാണ് ഇത്. പ്ലേ സ്റ്റോറിൽ 4.1 സ്റ്റാർ റേറ്റിംഗും 5 lakh പ്ലസ് ഡൗൺലോഡ്സും ഉള്ള ഒരു കിടിലൻ ഗെയിമാണിത്. അപ്പോൾ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനീ പറഞ്ഞ ഇത്രയും ഗെയിംസും നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അപ്പോൾ മൊബൈലിൽ തന്നെ ഇതുപോലെ ഗെയിംസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ പറ്റിയാൽ എങ്ങനെ ഇരിക്കും? അതും ഫ്രീ ആയിട്ട് അടിപൊളിയായിരിക്കില്ലേ? അപ്പോൾ ഇത്രയും ഗെയിംസും ഫീച്ചേഴ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. വെബ്സൈറ്റിന്റെ പേരാണ് jogos.com. വെബ്സൈറ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഇതൊരു കിടിലൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം വെബ്സൈറ്റ് ആണ്. അതും 500+ ഗെയിംസ് ആണ് വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ വീക്കിലും പുതിയ പുതിയ വെറൈറ്റീസ് ഓഫ് ഗെയിംസ് ഇതിൽ ആഡ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു ഗെയിം പോലും നിങ്ങളിവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വെബ്സൈറ്റ് നമുക്കൊരു സ്മൂത്ത് ആൻഡ് സിമ്പിൾ ഇന്റർഫേസ് ആണ് തരുന്നത്. അതുകൊണ്ട് ഒരു ഗെയിമിൽ നിന്നും മറ്റൊരു ഗെയിമിലേക്ക് ഡിലേ ഒന്നുമില്ലാതെ ക്വിക്കായി തന്നെ സ്വിച്ച് ചെയ്യാൻ പറ്റും. ലൈക്ക് സ്ട്രെസ് റിവീലിംഗ് ഗെയിംസ്, എക്സൈറ്റിംഗ് ഗെയിംസ്, ഹൊറർ ഗെയിംസ്, കോമ്പറ്റീറ്റീവ് ഗെയിംസ്, അങ്ങനെ ഒരുപാടുണ്ട്. ഈ വെബ്സൈറ്റ് നമ്മുടെ സ്ട്രെസ് ഒക്കെ മാറ്റാനും പിന്നെ ഫോണിലെ സ്റ്റോറേജ് ഒന്നും നഷ്ടപ്പെടാതെ ഗെയിംസ് കളിക്കാനും സഹായിക്കും. വെബ്സൈറ്റ് ഞാൻ പേഴ്സണലി വിസിറ്റ് ചെയ്തതാണ്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ കാണിക്കുന്ന ഈ ഗെയിംസ് ഒക്കെ അതിൽ തന്നെ ഉള്ള ഗെയിംസ് ആണ്. ഗെയിംസ് ഒക്കെ അവർ വീക്കിലി ആഡാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പുതിയ പുതിയ ഗെയിംസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഈ കാണിക്കുന്ന ഗെയിംസിന്റെ ഫുട്ടേജ് ഒക്കെ ഞാൻ തന്നെ കളിച്ചതാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും തോന്നിയില്ല. അപ്പോൾ ഈ ഗെയിംസ് ഒക്കെ നിങ്ങൾക്ക് കളിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. ഇപ്പൊ തന്നെ പോയി കളിച്ചോളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിനെ പറ്റിയോ ഇതിലെ ഗെയിംസിനെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ jogos.comന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്യാവുന്നതാണ്. ലിസ്റ്റിലെ 9ാമത്തെ ഗെയിമാണ് നിഞ്ചാസ് ക്രീഡ് 2. ഇതൊരു കിടിലൻ സ്റ്റെൽത്ത് പ്ലസ് സ്നൈപ്പർ സ്റ്റൈൽ ആക്ഷൻ ഗെയിമാണ്. പക്ഷേ ഗെയിമിൽ ഗൺസ് ഒന്നും ഇല്ല, ഓൺലി ബോ ആൻഡ് ആരോ, അതായത് അമ്പും വില്ലും. എന്നാലും ഗെയിം വളരെ അടിപൊളിയാണ്. ഒരു മോഡേൺ നിഞ്ചയായി നിങ്ങൾ മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഗെയിം. സൈലന്റ് ആയിട്ട് എനിമീസിനൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നതാണ് ഗെയിമിലെ മെയിൻ ഗോൾ. ഗെയിമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിലെ സ്റ്റെൽത്ത് ഗെയിം പ്ലേയും സ്ലോ മോഷൻ ആരോ ഷൂട്ട്സും ഒക്കെയാണ്. എനിമിയെ എയിം ചെയ്ത് ആരോ റിലീസ് ചെയ്യുമ്പോൾ വരുന്ന സിനിമാറ്റിക് ഫീൽ വളരെ സാറ്റിസ്ഫൈങ് ആണ്. അത് മാത്രമല്ല ക്രോസ് ബോ, ഡാഗേഴ്സ് പോലുള്ള വെപ്പൺസ് ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് ഗെയിം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും. ഗെയിമിന്റെ ഗ്രാഫിക്സ് ഒക്കെ വളരെ നീറ്റ് ആണ്. നിയോൺ സിറ്റി അറ്റ്മോസ്ഫിയറും ലൈറ്റ്നിങ് എഫക്റ്റും ഒക്കെ ഗെയിമിനെ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആക്കുന്നു. പിന്നെ വെറൈറ്റി ഓഫ് മിഷൻസും ഗെയിമിൽ കാണാൻ സാധിക്കും. ലൈക്ക് മെയിൻ സ്റ്റോറി മിഷൻസ്, സൈഡ് മിഷൻസ്, ബൗണ്ടറി ചാലഞ്ചസ്, അങ്ങനെ ഒരുപാടുണ്ട്. പ്ലേ സ്റ്റോറിൽ 4.2 സ്റ്റാർ റേറ്റിംഗും 10 lakh പ്ലസ് ഡൗൺലോഡ്സും ഉള്ള ഒരു കിടിലൻ ഗെയിമാണിത്. അപ്പോൾ നിങ്ങൾക്കൊരു വെറൈറ്റി FPS ഗെയിമാണ് വേണ്ടതെങ്കിൽ ഈ ഗെയിം ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിസ്റ്റിലെ 8ാമത്തെ ഗെയിമാണ് സോംബി ഹാർബർ. ഇതൊരു കിടിലൻ ഓഫ്ലൈൻ സോംബി FPS ഗെയിമാണ്. ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ആയ ലോകത്ത് സർവൈവ് ചെയ്യുന്നതാണ് ഗെയിം. ഗെയിമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിലെ നോൺ സ്റ്റോപ്പ് ആക്ഷനും വേവ് ബേസ്ഡ് ഗെയിം പ്ലേയും ആണ്. ഒരേ സമയത്ത് ഇഷ്ടം പോലെ സോംബീസ് അറ്റാക്ക് ചെയ്യാൻ വരും. അതിനെ സർവൈവ് ചെയ്യാൻ ക്വിക്ക് ഗെയിമും സ്ട്രാറ്റജിയും ഒക്കെ വേണം. ഗെയിമിലെ വെപ്പൺ സിസ്റ്റം നല്ലതാണ്. അസോൾട്ട് റൈഫിൾസ്, ഷോട്ട് ഗൺസ്, മിഷൻ ഗൺസ് പോലത്തെ വെപ്പൺസ് യൂസ് ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനും ഒക്കെ പറ്റും. ഗെയിമിൽ കൊടുത്തിരിക്കുന്ന ഗ്രാഫിക്സ് വളരെ ഡീസന്റ് ആണ്. പിന്നെ ഇതിലെ ഡാർക്ക് അറ്റ്മോസ്ഫിയറും ഗെയിം പ്ലേയും ഒക്കെ നമുക്കൊരു ഇന്റൻസ് ഫീൽ തരുന്നു. ഗെയിമിലെ കൺട്രോൾസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മൊബൈലിന് വേണ്ടി അവർ നല്ലപോലെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഗെയിം പ്ലേ ഒക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും. പ്ലേ സ്റ്റോറിൽ 4 സ്റ്റാർ റേറ്റിംഗും 10 lakh പ്ലസ് ഡൗൺലോഡ്സും ഉള്ള ഒരു കിടിലൻ ഗെയിമാണിത്. അപ്പോൾ നിങ്ങൾക്കൊരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ഓഫ്ലൈൻ ഗെയിമാണ് വേണ്ടതെങ്കിൽ ഈ ഗെയിം ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ലിസ്റ്റിലെ 7ാമത്തെ ഗെയിമാണ് വേൾഡ് വാർ ലീജിയൻ. ഒരു ഫാസ്റ്റ് ബേസ്ഡ് വേൾഡ് വാർ 2 മൾട്ടിപ്ലെയർ FPS ഗെയിമാണ് ഇത്. ഓൺലൈൻ PvP ഗെയിമിലേക്ക് ഫോക്കസ് ചെയ്തിറക്കിയ ഒരു കിടിലൻ ഗെയിം. ക്വിക്ക് മാച്ചസ്, ഫാസ്റ്റ് മൂവ്മെന്റ്സ്, പിന്നെ ഇൻസ്റ്റന്റ് ആക്ഷനൊക്കെ ഗെയിമിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുന്നു. ഗെയിമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിലെ അൾട്രാ ഫാസ്റ്റ് ഗെയിം പ്ലേയും സ്മൂത്ത് പെർഫോമൻസുമാണ്. ലോ എൻഡ് ഡിവൈസിലും ഗെയിം നല്ലപോലെ ഒപ്റ്റിമൈസ്ഡ് ആണ്. അതുകൊണ്ട് ലോ സ്പെക് ഫോണിലൊക്കെ ലാഗ് നല്ലപോലെ കുറവായിരിക്കും. ഗെയിമിലെ ലോഡിംഗ് ടൈം ഒക്കെ വളരെ ഷോർട്ടാണ്. അതുകൊണ്ട് മാച്ചിലോട്ട് നമുക്ക് ഇൻസ്റ്റന്റ് ആയി എൻട്രി ചെയ്യാൻ പറ്റും. ഗൺപ്ലേ ഒക്കെ വളരെ ഫാസ്റ്റ് ആണ്. പിന്നെ സ്ലൈഡ്, ജമ്പ്, പാർക്കോർ മൊമെന്റ്സ് പോലുള്ള മൊമെന്റ്സ് ഉള്ളത് കൊണ്ട് ഗെയിം പ്ലേ വളരെ അഗ്രസീവായി തോന്നും. വെപ്പൺ കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ്. അത് ഗെയിമിനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നു. മൾട്ടിപ്ലെയർ ഭാഗം നല്ല ഡീസന്റ് ആണ്. പേ ടു വിൻ ഫീൽ ഇല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും ഈക്വൽ ചാൻസ് കിട്ടുന്നു. പ്ലേ സ്റ്റോറിൽ 4.2 സ്റ്റാർ റേറ്റിംഗും 1 lakh പ്ലസ് ഡൗൺലോഡ്സും ഉള്ള ഒരു കിടിലൻ ഗെയിമാണ് ഇത്. അപ്പോൾ നിങ്ങൾക്കൊരു ഫാസ്റ്റ് ബേസ്ഡ് മൾട്ടിപ്ലെയർ ഷൂട്ടിംഗ് ഗെയിമാണ് വേണ്ടതെങ്കിൽ ഈ ഗെയിം ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിസ്റ്റിലെ 6ാമത്തെ ഗെയിമാണ് റൈസ് ഓഫ് ഡീമൻസ്. ഇതൊരു കിടിലൻ ഫാസ്റ്റ് ബേസ്ഡ് സോംബി പ്ലസ് ഡീമൻ FPS ഗെയിമാണ്. ഗെയിം നമ്മൾക്കൊരു ഓൾഡ് സ്കൂൾ PC ഗെയിം പോലത്തെ എരീന സ്റ്റൈൽ ഗെയിം പ്ലേ ആണ് തരുന്നത്. ഗെയിം നമുക്ക് ഓഫ്ലൈനായും കളിക്കാൻ പറ്റും. അതുകൊണ്ട് കാഷ്വൽ പ്ലേയേഴ്സിന് നല്ല ഓപ്ഷൻസ് ഉണ്ട്. ഗെയിമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിലെ ഫാസ്റ്റ് ആക്ഷനും മൊമെന്റ് മെക്കാനിസവുമാണ്. ഇതിലെ എനിമീസ് ഒക്കെ വളരെ അഗ്രസീവ് ആണ്. അതിനൊക്കെ ജംപ്, ഡാഷ് പോലുള്ള മൊമെന്റ്സ് ഉപയോഗിച്ച് അവോയ്ഡ് ചെയ്യണം. ഗെയിം പ്ലേ വളരെ ഇന്റൻസ് ആണ്. മാത്രമല്ല റിയാക്ഷൻ ടൈം ഗെയിമിലെ ഒരു മെയിൻ പോയിന്റ് ആണ്. ഗെയിമിൽ കൊടുത്തിരിക്കുന്ന ഗ്രാഫിക്സ് വളരെ ഡീസന്റ് ആണ്. ചില സമയത്ത് PC ഗെയിം കളിക്കുന്ന ഫീൽ വരെ കിട്ടുന്നു. വെപ്പൺ സിസ്റ്റം വളരെ നല്ലതാണ്. ഷോട്ട് ഗൺസ്, ഗ്രനേഡ്സ് പോലുള്ള വെപ്പൺസ് യൂസ് ചെയ്യാനും പറ്റും. കൂടാതെ സ്കിൽ ട്രീ സിസ്റ്റം ഉള്ളതുകൊണ്ട് എബിലിറ്റീസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാനും പറ്റും. പക്ഷേ ഈ ഗെയിം പ്ലേ സ്റ്റോറിൽ ഇല്ല. ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഫാസ്റ്റ് ബേസ്ഡ് സോംബി ഷൂട്ടർ ഗെയിമാണ് വേണ്ടതെങ്കിൽ ഈ ഗെയിം ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിസ്റ്റിലെ 5ാമത്തെ ഗെയിമാണ് കാർനേജ് വാർസ്. ഇതൊരു കിടിലൻ മൾട്ടിപ്ലെയർ FPS ഷൂട്ടർ ഗെയിമാണ്. ബാറ്റിൽ റോയൽ പ്ലസ് 5v5 മോഡ്സ് കമ്പൈൻ ചെയ്തിറക്കിയ ഒരു ആക്ഷൻ പാക്ഡ് ഗെയിം. ഓൺലൈൻ PvP മോഡ്സ് മാത്രമല്ല ഓഫ്ലൈൻ അല്ലെങ്കിൽ AA മോഡ്സ് നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റും. ഗെയിമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിലെ ഫാസ്റ്റ് ബേസ്ഡ് ഗെയിം പ്ലേയും സ്മൂത്ത് കൺട്രോൾസുമാണ്. ഷൂട്ടിംഗ് മൊമെന്റ്സ് ഒക്കെ നല്ല റെസ്പോൺസീവായി ഫീൽ ചെയ്യും. മൊബൈലിൽ കളിക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഗെയിമിൽ നമ്മൾക്ക് ഫസ്റ്റ് പേഴ്സണും തേർഡ് പേഴ്സണും സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ടാക്ടിക്കൽ പ്ലേയും ഇമ്മേഴ്സീവ് കോമ്പാറ്റും ട്രൈ ചെയ്ത് നോക്കാം. വോയിസ് ചാറ്റ് പോലുള്ള ഫീച്ചേഴ്സ് മൾട്ടിപ്ലെയർ എക്സ്പീരിയൻസിനെ കൂടുതൽ എൻഗേജിംഗ് ആക്കുന്നു. മോഡ്സിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഗെയിം വളരെ റിച്ച് ആണ്. ബാറ്റിൽ റോയൽസ്, ടീം ഡെത്ത് മാച്ച്, ഒബ്ജക്റ്റീവ് മോഡ്സ് ഒക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ 4.6 സ്റ്റാർ റേറ്റിംഗും 50 lakh പ്ലസ് ഡൗൺലോഡ്സും ഉള്ള ഒരു കിടിലൻ ഗെയിമാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈനും ഓൺലൈനും കളിക്കാൻ പറ്റിയ ഒരു കിടിലൻ FPS ഗെയിമാണ് വേണ്ടതെങ്കിൽ ഈ ഗെയിം ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിസ്റ്റിലെ 4ാമത്തെ ഗെയിമാണ് സ്റ്റാൻഡ് ഓഫ് 2. ഇതൊരു കിടിലൻ ഓൺലൈൻ മൾട്ടിപ്ലെയർ FPS ഷൂട്ടർ ഗെയിമാണ്. മൊബൈലിൽ തന്നെ നമുക്കൊരു CSGO സ്റ്റൈൽ ഗെയിം പ്ലേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു. ഫാസ്റ്റ് ബേസ്ഡ് ടാക്ടിക്കൽ മാച്ചസ് ആണ് ഇതിന്റെ കോർ. ഗെയിമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിലെ സ്കിൽ ബേസ്ഡ് ഗെയിം പ്ലേ ആണ്. ഓട്ടോ എയിമും അസിസ്റ്റും ഒന്നും ഇല്ലാത്തത് കൊണ്ട് സ്കിൽ നല്ലപോലെ മാറ്റർ ചെയ്യും. ഗൺ റീകോയിലും ഷൂട്ടിംഗ് മെക്കാനിസവും ഒക്കെ നമ്മൾക്ക് ഒരു റിയലിസ്റ്റിക് ഫീൽ തരുന്നു. ഗെയിമിൽ നമ്മൾക്ക് ഇഷ്ടം പോലെ മോഡ്സ് കാണാൻ പറ്റും. ലൈക്ക് ബോംബ് ഡിഫ്യൂസ് മോഡ്, EDM, ആർം റേസ്, 1v1, 5vs5 കോമ്പറ്റീറ്റീവ്, അങ്ങനെ ഒരുപാടുണ്ട്. 25+ വെപ്പൺസ് ആണ് ഗെയിമിൽ കാണാൻ സാധിക്കുന്നത്. ഇതിലെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്തെന്നാൽ എല്ലാ ഗൺസും സ്റ്റാർട്ടിങ്ങിൽ തന്നെ അൺലോക്ക് ആയി കിട്ടും. ഗെയിമിലെ ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയാണ്. കൂടാതെ 120 FPS വരെ കിട്ടുന്നത് കൊണ്ട് ഗെയിമിലൊക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും. എന്നാൽ ഈ ഗെയിം ലോ എൻഡ് ഡിവൈസിൽ നല്ലപോലെ ഒപ്റ്റിമൈസ്ഡ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. പ്ലേ സ്റ്റോറിൽ 4.3 സ്റ്റാർ റേറ്റിംഗും 10 crore പ്ലസ് ഡൗൺലോഡ്സും ഉള്ള ഒരു ഫേമസ് ഗെയിമാണ് ഇത്. അപ്പോൾ നിങ്ങൾക്കൊരു CSGO സ്റ്റൈൽ FPS ഗെയിമാണ് വേണ്ടതെങ്കിൽ ഈ ഗെയിം ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിസ്റ്റിലെ 3ാമത്തെ ഗെയിമാണ് ബ്രൈറ്റ് മെമ്മറി ഇൻഫൈനൈറ്റ്. ഇതൊരു കിടിലൻ ഹൈ ഗ്രാഫിക്സ് FPS പ്ലസ് സോഡ് കോമ്പാറ്റ് മിക്സ് ഗെയിമാണ്. മൊബൈലിൽ തന്നെ ഓൾമോസ്റ്റ് PC അല്ലെങ്കിൽ കൺസോൾ ലെവൽ എക്സ്പീരിയൻസ് തരുന്ന റയർ ഗെയിംസിൽ ഒന്ന്. ആൻഡ് ഞാൻ കളിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗെയിം കൂടിയാണ് ഇത്. ഗെയിമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിലെ ഫാസ്റ്റ് ബേസ്ഡ് കോമ്പാറ്റ്സും കോംബോ സിസ്റ്റവും ഒക്കെയാണ്. ഗൺ ഷൂട്ടിംഗ്, സോഡ് അറ്റാക്സ്, സ്പെഷ്യൽ പവേഴ്സ് എല്ലാം മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഇൻസൈൻ കോംബോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മൂവ്മെന്റ്സ് ഒക്കെ വളരെ സ്മൂത്ത് ആണ്. പിന്നെ ഡബിൾ ജംപ്, ഡാഷ്, വാൾറൺ പോലുള്ള മെക്കാനിസം ഗെയിമിനെ വളരെ സ്റ്റൈലിഷ് ആക്കുന്നു. ഗ്രാഫിക്സിന്റെ കാര്യത്തിൽ അവർ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. മൊബൈലിൽ തന്നെ അത്യാവശ്യം ഹൈ ക്വാളിറ്റി ഗ്രാഫിക്സും വിഷ്വൽസുമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈറ്റ്നിങ് എഫക്ട് എൻവയോൺമെന്റും സ്കൈഫൈ അറ്റ്മോസ്ഫിയറും ഒക്കെ പക്ക റിയലിസ്റ്റിക് ആണ്. പക്ഷേ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തീർക്കാൻ പറ്റിയ ഒരു ചെറിയ സ്റ്റോറിയാണ് ഗെയിം ഫോളോ ചെയ്യുന്നത്. അത് മാത്രമാണ് എനിക്കൊരു ഡ്രോബാക്ക് ആയി തോന്നിയത്. എന്നാലും ബാക്കിയെല്ലാം കൊണ്ടും ഈ ഗെയിം വളരെ അടിപൊളിയാണ്. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഗെയിം കൂടിയാണ് ഇത്. അപ്പോൾ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ലിസ്റ്റിലെ രണ്ടാമത്തെ ഗെയിമാണ് റെയിൻബോ സിക്സ് മൊബൈൽ. ഇതൊരു കിടിലൻ ടാറ്റിക്കൽ 5v5 മൾട്ടിപ്ലെയർ ഗെയിമാണ്. ഇത് നമ്മൾ സാധാരണ കളിക്കുന്ന പോലുള്ള ടിപ്പിക്കൽ ഗെയിം അല്ല. കാരണം ഗെയിം കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് സ്ട്രാറ്റജിക്കും ടീം വർക്കിനുമാണ്. അറ്റാക്കേഴ്സ് വേഴ്സസ് ഡിഫൻഡേഴ്സ് മോഡാണ് ഇതിലെ കോർ ഗെയിം പ്ലേ. ബോംബ് ഡിഫ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുക എന്നതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. ഗെയിമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ ഈ ടാറ്റിക്കൽ ഗെയിം പ്ലേ തന്നെയാണ്. റൺ ആൻഡ് ഗൺ അല്ല, നല്ലപോലെ പ്ലാൻ ചെയ്ത് വേണം കളിക്കാൻ. ടീം വർക്ക് ഇല്ലെങ്കിൽ ജയിക്കാൻ പറ്റില്ല. ഓരോ ഓപ്പറേറ്റർക്കും യൂണിക് എബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ഗെയിം പ്ലേ വളരെ ഡീപ്പാണ്. പിന്നെ എടുത്തു പറയാനുള്ളത് ഇതിലെ ഡിസ്ട്രക്റ്റബിൾ എൻവയോൺമെന്റ് ആണ്. വാൾസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് പുതിയ ആംഗിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഗെയിമിനെ കുറച്ചുകൂടി റിയലിസ്റ്റിക്കും സ്ട്രാറ്റജിക്കും ആക്കുന്നു. അപ്പോൾ ഗെയിം ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ഗെയിമാണ് ഡെൽറ്റ ഫോഴ്സ്. ഇത് നെക്സ്റ്റ് ജനറേഷൻ മിലിറ്ററി FPS ഗെയിമാണ്. മൊബൈലിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു ബാറ്റിൽ ഫീൽഡ് പ്ലസ് വാർസോൺ മിക്സ് ഫീൽ കിട്ടുന്ന ഒരു ബിഗ് സ്കെയിൽ ഷൂട്ടർ. ഗെയിം ഒരു ഫ്രീ ടു പ്ലേ കാറ്റഗറി ആയതുകൊണ്ട് എല്ലാവർക്കും ഈസിയായി ട്രൈ ചെയ്ത് നോക്കാം. ഗെയിമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിലെ മാസീവ് ബാറ്റിൽ ഫീൽഡും റിയലിസ്റ്റിക് ഗെയിം പ്ലേയുമാണ്. ഒരേ ടൈമിൽ 48 പ്ലേയേഴ്സിന്റെ കൂടെ കളിക്കാൻ പറ്റും. പിന്നെ ടാങ്ക്സ്, ഹെലികോപ്റ്റേഴ്സ്, വെഹിക്കിൾസ് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാനും പറ്റും. മൊബൈലിൽ ഇത്ര വലിയ സ്കെയിൽ ഗെയിംസ് ഒക്കെ വളരെ അപൂർവമാണ്. ഗെയിമിൽ 2 മോഡ്സ് ഉണ്ട്, വാർഫ്രെയിം മോഡും ഓപ്പറേഷൻ മോഡും. രണ്ടും നല്ല കിടിലവും ഇന്റൻസുമായ മോഡ്സ് ആണ്. ഗൺ പ്ലേ ഒക്കെ വളരെ സോളിഡ് ആണ്. കൂടാതെ 100+ വെപ്പൺസും അതിനൊരു ഡീറ്റെയിൽഡ് കസ്റ്റമൈസേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്രാഫിക്സിന്റെ കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു കൺസോൾ ലെവൽ എക്സ്പീരിയൻസ് മൊബൈലിൽ തന്നെ വേണമെങ്കിൽ ഈ ഗെയിം ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഗെയിംസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ബൈ.